ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഡിമാൻഡ് രജിസ്റ്ററിനെ കുറിച്ച് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിമാൻഡ് രജിസ്റ്റർ ഈ മാർച്ച് മാസത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അക്കൗണ്ടിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇത് കിട്ടും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ എന്തും കൂടെ കൂടും, ട്രയൽ ബാലൻസ് ഇത്ര കൂടുന്നതാണ് എന്ത് നമ്മുടെ AFS എന്ന് പറയുന്നത്. അപ്പോൾ ഈ AFS ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയെല്ലാം കാണിക്കുന്നത്. അപ്പോൾ AFS ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളെന്ന് നമുക്ക് ഓരോരുത്തരും നോക്കാം. നമ്മൾ ആദ്യം ഒരു കാര്യം പറയട്ടെ. നമ്മൾ GPF, നമ്മുടെ ജനറൽ പർപ്പസ് ഫണ്ട്, ഈ GPF എത്ര തവണ വരും? 12 തവണ GPF നമുക്ക് വരും. അതിൽ 9 തവണ വന്നിട്ട് 9 തവണ എല്ലാവരും വരവ് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മളിത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാനായിട്ട് ഫിനാൻസ് റിപ്പോർട്ട്സിനകത്ത് അതിൻ്റെ ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ എന്തറിയാം, നമുക്ക് അവിടെ റെസിപ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ റെസിപ്റ്റ് അടിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏപ്രിൽ മാസം, അതായത് ആ സാമ്പത്തിക വർഷം ആദ്യം ചെയ്യാനുള്ള ഒരു ജേണൽ എൻട്രി ആയിരുന്നു. നമ്മൾ അഡ്വാൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ നോക്കിയിട്ട് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റ്